ആകപ്പാടെ കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തലകൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്, ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം, വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാലറിയും പേഷ്യന്റ് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് എന്നറിയോ? ഒരു ചെറിയ ടിന്നിന് 10 അല്ല $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി ലാഭമല്ലേ? എനിക്കെന്നറിയില്ല, ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാര വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി ഇതുപോലെ വേസ്റ്റ് വല്ലതും ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് വല്ലതും വെക്കാൻ പോലെ. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. ഞാനെ കാണാ ഇപ്പൊ ഇടിച്ചതിലൂടെ പോയോ? ഓട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ആ ഇത് ഞങ്ങളെടുത്ത പുതിയ റീലാ. നന്നായിട്ടുണ്ട്. കൊള്ളാം. കണ്ടോ? 5K വ്യൂസ് ഉണ്ട്. ആഹാ, നോക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോങ്സ് ഒക്കെ ആരാടി സെലക്ട് ചെയ്യാറുള്ളേ? കൊച്ചിനെ എന്നാ വിളിച്ചതോ? കൊച്ചേ, ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ആ ചേട്ടത്തി, പാസ്വേഡ് ഇപ്പൊ തുറക്കാതെ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും. ഓടിക്കതച്ച് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ? വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. കർത്താവേ. അവളെ വിളിക്കാൻ പറ്റുന്ന കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ, നീ ചേർത്തി എന്നും പുറത്തു നിർത്തി അല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടംപുളി ചുമ്മാ മറക്കുക. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. നല്ല പുടപുടക്കുന്ന മീൻ, നല്ല മീൻ, നെയ്മീൻ, കരിമീൻ. എന്നാണ്ട് ചേർത്തി സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ മീൻ ഇങ്ങോട്ട് ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 rupees നെന്മീന്. മട്ടൺ ഇല്ലേ വില? ചെറുതി കുടംപുളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുളക് അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ബിറ്റ്മോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നീട് ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ.